നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സിന്റെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ചാപ്റ്റർ 1 to 4 ഒരു ക്വിക്ക് റിവിഷൻ, പെട്ടെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിയൊരു വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യത്തെ ചാപ്റ്റർ മക്കളെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓർക്കണം. വാട്ട് ആർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്നുള്ളത് നന്നായിട്ട് അറിയണം. റൂൾസ് ഒന്നും അതിൻ്റെ പഠിക്കേണ്ട ആവശ്യമില്ല. ഡയമെൻഷൻസ് പഠിക്കണം. ഉറപ്പായിട്ടും ഡയമെൻഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്, അതുപോലെ SI സിസ്റ്റം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, അതിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഉറപ്പായിട്ടും ന്യൂട്ടന്റെ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം. SECക്കലി UT + ½ AT² ഗ്രാഫിക്കലി പഠിക്കണം. അതിനകത്ത് 3 തരം ഗ്രാഫ് ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. അങ്ങനെയുള്ള ഗ്രാഫുകളെല്ലാം പഠിക്കുന്നതോടൊപ്പം അതിന്റെ യൂസസും പഠിച്ചിരിക്കണം നിർബന്ധമായും. അതോടൊപ്പം തന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതിന്റെ ഡെറിവേഷൻ പഠിക്കണം. ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇങ്ങനെയുള്ള ടേമുകൾ പഠിക്കണം രണ്ടാമത്തെ ചാപ്റ്ററിൽ. മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും സീറോ വെക്ടർ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾ, ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിറൈവ് ചെയ്ത് പഠിക്കണം. പിന്നെ പ്രൊജക്റ്റൈൽ എന്തോന്ന് പഠിക്കണം, ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും പഠിക്കണം. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഈ 3 ഡെറിവേഷൻ പഠിക്കണം. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ പഠിക്കണം. യൂണിഫോം സർക്കുലർ മോഷൻ പഠിക്കണം മൂന്നാമത്തെ ചാപ്റ്ററിൽ. നാലാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും പഠിക്കണം. അതോടൊപ്പം നിങ്ങൾ അതിന്റെ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് പഠിക്കണം. പ്രൂവ് ദാറ്റ് F = ma, ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം, റീകോയിൽ ഓഫ് എ ഗൺ, പ്രൂഫ് ഓഫ് ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അത് പ്രൂവ് ചെയ്യുന്ന സെക്കൻഡ് ലോ, തേർഡ് ലോ. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ബാങ്കിങ് ഓഫ് റോഡ്സ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും മറക്കാതെ, ലൂബ്രിക്കൻസ്, ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ടേ ആദ്യത്തെ 1 to 4 ചാപ്റ്ററിൽ നിന്ന് ഇത്രയും പഠിച്ചുകൊണ്ടേ നിങ്ങൾ പോകാവുള്ളൂ ഫിസിക്സിന്റെ പരീക്ഷയ്ക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.